foodblogspot.com ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അപ്പോൾ നമ്മളെ ഓറഞ്ച് ഈറ്റിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എടാ ഇതിപ്പോൾ എത്ര കിലോനാണ്? നമ്മളൊരു 3 കിലോന് ഇപ്പോൾ ടോട്ടൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലൊക്കെ ഓരോ കിലോനീച്ച് ഇതിൽ ഒന്ന് ഞങ്ങള് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ചെറിയ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങള് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അത് അറിയിക്കുകയും വേണം. പിന്നെ അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്, പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് എല്ലാവരോടും നല്ല ഒരു നന്ദിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. 120 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മളെ വീഡിയോയിൽ 2 ആളും കൂടി ഉണ്ട്. ആദ്യം BV നഹറിൻ എൻ്റെ അനിയത്തിയാണ്, ബേബി കുട്ടിയാണ് നമ്മളെ വീഡിയോയിൽ ഞങ്ങളെ 3ാമത്തെ ആള്. ഇനി ഒരാളും കൂടി ഉണ്ട്, ഇത്താത്താൻ്റെ മോളാണ് നിനുക്കുട്ടിയെ, നിഹാല എന്നാണ് പേര്. നിനുക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങളെ 4 പേരാണ് വീഡിയോയിലുള്ളത്. എന്തായാലും ഞങ്ങളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മൾ ചെറിയൊരു കാര്യം കൂടി പറയാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ടൈമറും കാര്യങ്ങളൊന്നുമില്ല. ഇത്ര നേരം കൊണ്ട് ക്വിറ്റ് ചെയ്യണ പരിപാടിയാണ്. ഇത്ര നേരം കൊണ്ട് എത്ര ഓറഞ്ച് തിന്ന് തീർക്കുന്നതാണ്. ആദ്യം ക്വിറ്റ് ചെയ്യണവർക്ക് പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോര് കുടിപ്പിക്കലാണ്. ഇത് മോര് കുടിക്കേണ്ടി വരും, മോര് കുടിക്കലാണ്. പിന്നെ അമാതിരി ഉപ്പും കാര്യങ്ങളൊന്നും ഇടാതെ മോര് കുടിപ്പിക്കണ പരിപാടിയാണ്. പിന്നെ സ്റ്റാർട്ടിൽ എന്ന് പറയുമ്പോൾ ഓറഞ്ച് തൊലിച്ചിട്ട് കഴിക്കണം, അല്ലാതെ തൊലിച്ച് വെച്ച ഓറഞ്ച് കഴിക്കലല്ല, തൊലിച്ച് കഴിക്കണം. അപ്പളെ തഗ് എടുത്തക്കടാ. ഓക്കെ, അപ്പൊ ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 2 3 എനിക്കും തോന്നുന്നുണ്ട് തുടങ്ങിയോ ഇത് ഓറഞ്ചിന്റെ കട്ടിയാണ് പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് തീറ്റ കഴിഞ്ഞോ. പട്ടിണി മത്സരം ഈ ഓറഞ്ച് പോരാ, ഓറഞ്ച് നോക്കാം. അതുണ്ടാവും ഓറഞ്ച് കട തന്നെ എന്റെ വായ്പല്ലേ. ഞാൻ കിട്ടിയത് ബിരിയാണി തിന്നൂട് തൊലിച്ചൊന്നൂട് കാശി പുള്ളി ചെറുത്
ചെറുത് മാറ്റി മീനു ബേബിന്റെ മൂന്നെന്നുള്ളു. ഛർദിച്ചു എനിക്ക് ഛർദിക്കാൻ വന്നപ്പോഴാണ് ഞാൻ കിട്ടിയത്. ഇത് കിട്ടിയതോ ബേബി കിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നിനുമോളും റാശി മാത്രേ ഉള്ളൂ. നിനു റാശിയാണ് ജയിച്ചിട്ടുള്ളത്. ഞാൻ ചെല്ലട്ടെ. അപ്പോ നമ്മളെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും പറയാല്ല, ഞാൻ തന്നെ കിറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് പറ്റൂല ഗൈസ്, ഇപ്പാണ് ഫുഡ് കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വയർ ഫുള്ളാ. പിന്നെ റാഷിയൊക്കെയാണ്. റാഷിയൊക്കെ മോനെ ഇജെന്ത് ഇന്നെ തക്കടിച്ചിന്ന്. ഇജാണല്ലോ ഇജ് എത്ര ദിവസമായി പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഫുൾ നല്ലതില്ല, ഇന്ന് പട്ടിണി ഫുള്ള് പട്ടിണിയാണ് ഗൈസ്, സത്യം. പിന്നെ അപ്പൊ നമ്മളെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കാര്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റത്തെ പരിപാടിക്ക് ഇറക്കാണ്. ഫസ്റ്റ് കിറ്റ് ചെയ്ത ആൾക്ക് മോര് അത്ര വലിയൊരു ഇതാണ് തോന്നുന്നില്ല. ഞാൻ സർപ്രൈസ് ആയിട്ടൊരു പണിയെടുക്കല്ലേ. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പണിഷ്മെന്റ് എനിക്ക് കിട്ടി. അപ്പോ ഫസ്റ്റ് മോര് കുടിക്കുക, ഫസ്റ്റ് കിറ്റ് ചെയ്ത ആള്. പിന്നെ കിറ്റ് ചെയ്ത ആള് തക്കാളി പച്ചക്ക് കഴിക്കുക. പിന്നെ കിറ്റ് ചെയ്തത് ഉള്ളി കഴിക്കാണ് വേണ്ടത്. ഉള്ളി നിനുമോൾക്കാണ് കിട്ടിയിരിക്കണത്. എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടി. അപ്പോ ഞാൻ എന്തായാലും നമ്മളെ കർമ്മം നിർവഹിക്കാണ്. നീനുന്റെ ഉള്ളിൽ കഴിഞ്ഞു. നടക്കൂല വാളിച്ചു. എന്തൊക്കെയായാലും അടുത്തത് ദേവിക്കുട്ടിയാണ്. ദേവി തക്കാളി കാണിക്കും ദേവിക്കുട്ടി നല്ല അടിപൊളിയായിട്ട് തക്കാളി കഴിക്കുന്നതാണ് വീട്ടിലൊക്കെ. നോക്കണ്ട, എനിക്ക് കിട്ടുന്ന സിനിമോള് ഉള്ളി ഇങ്ങോട്ടോക്ക് അങ്ങോട്ട് പോയി കഴിക്ക്. ക്യാമറയൊക്കെ ഉള്ളേക്ക് അങ്ങനെ ആ കർമ്മം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ എന്തൊക്കെ ചെയ്യണ്ട്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ തന്നെ പറയാം, അല്ലെങ്കിൽ വേറെ ആയി പോകുള്ളൂ. അപ്പോ ഞങ്ങളെ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.